നിങ്ങളിൽ പലരും അടുത്ത കാലത്തായി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരായിരിക്കും. 1-2 വർഷമായി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒന്നുകിൽ 1-2% അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചിന്തയാണ്, 1-2 വർഷമായി ഇത് ഇങ്ങനെ വെച്ചിട്ട് കാര്യമുണ്ടോ, വിത്ഡ്രോ ചെയ്യണോ, അല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ ഈ ഒരു കൺഫ്യൂഷനിലാണ്. മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ പേടിയാവും, മാർക്കറ്റ് ഫ്ലാറ്റ് ആകുമ്പോഴോ ഭയങ്കര നിരാശയായിരിക്കും. അയ്യോ ഇതെന്താണ്, ഒന്നും കിട്ടുന്നില്ലല്ലോ. റിട്ടേൺ ഒട്ടും കിട്ടാണ്ടാവുമ്പോൾ സംശയമായി, ഇത് വല്ലതും നടക്കുമോ, അല്ലേ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഈ ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ കുറിച്ചുള്ള ഭയം നിങ്ങൾക്ക് മാറിയേക്കാം. ഒരു നോർമൽ മിഡിൽ ക്ലാസ് ലൈഫ് ജീവിക്കുന്ന ഒരു മനുഷ്യൻ 2018 മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ജീവിതം ഒന്ന് സെക്യൂർ ആക്കാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാമെന്ന് കരുതി എല്ലാ മാസവും 10,000 രൂപ അദ്ദേഹം SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു. 15 വർഷം കൊണ്ട് നല്ലൊരു കോർപ്പസ് ഉണ്ടാക്കണം, നല്ലൊരു റിട്ടയർമെന്റും അതുപോലെ തന്നെ മകളുടെ ഭാവിക്കുള്ള കുറച്ച് പണവും കണ്ടെത്തണം. ആദ്യത്തെ 6 മാസം ചെറിയൊരു പ്രോഫിറ്റ് കണ്ടു. അയാൾക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി. ഇത് വർക്ക് ആവുന്നുണ്ട്, അപ്പൊ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ അദ്ദേഹം കണ്ടിന്യൂ ചെയ്തു. കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് ഫ്ലാറ്റ് ആയി. മാർക്കറ്റ് ഒന്നും ചെയ്യുന്നില്ല. ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു. പോർട്ട്ഫോളിയോന്റെ വാല്യൂ ഏകദേശം അതേ നിലയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അയാളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് തോന്നുന്ന ചിന്ത എന്താണ്? ഈ പൈസ വല്ല FDയിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും റിട്ടേൺസ് കിട്ടിയേനെ. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരാൻ തുടങ്ങി. എന്നാലും അയാൾ കണ്ടിന്യൂ ചെയ്തു. ആരോ പറഞ്ഞതുപോലെ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു മന്ത്രം ഉണ്ടല്ലോ, അത് അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ച് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 2020 എത്തി. കോവിഡ് ക്രാഷ്, ലോകം നിന്നു, മാർക്കറ്റ് നിന്നു. ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ വൻ നഷ്ടം കണ്ടു. ഒരു ദിവസം തന്നെ ലക്ഷം ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയിൽ നിന്ന് നഷ്ടമായി. ഇദ്ദേഹം പാനിക്കായി. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് പറഞ്ഞു, ഇനി മാർക്കറ്റ് റിക്കവർ ചെയ്യില്ല, ഉള്ളതൊക്കെ വിറ്റ് രക്ഷപ്പെടാൻ നോക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. ഈ പാവം പിടിച്ച മനുഷ്യൻ അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ഇത് വിൽക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. 2020 ക്രാഷിൽ വിൽക്കാൻ പോവാണ്. നിങ്ങളുടെ നെഞ്ചിടിക്കുന്നുണ്ടോ? എൻ്റെ നെഞ്ചിടിക്കുന്നുണ്ട്. നമ്മളുടെ മനസ്സ് പറയുന്നില്ലേ, വിൽക്കല്ലേ വിൽക്കല്ലേ, കുറച്ച് നാളും കൂടി ഹോൾഡ് ചെയ്യും. നമുക്കിവിടെ ഒന്ന് പോസ് ചെയ്യാം. ഈ മനുഷ്യന്റെ കഥ എവിടെ നിൽക്കട്ടെ. നിങ്ങളാണെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് എന്ത് ചെയ്യും? നഷ്ടത്തിൽ സെല്ല് ചെയ്യോ അതോ കണ്ടിന്യൂ ചെയ്യോ? നിങ്ങളിപ്പോൾ 2026 വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ പറയും ഞാൻ വിൽക്കൂല, ഞാൻ ഹോൾഡ് ചെയ്യും എന്നല്ലേ. പക്ഷെ ആ ഫേസിലേക്ക് കൂടി പോകുമ്പോൾ അത് അത്ര എളുപ്പമല്ല. നിങ്ങൾ പലരും ഇപ്പോൾ നഷ്ടത്തിൽ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ഫേസിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ കടന്നു പോകുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും നിങ്ങളും പലതരം കൺഫ്യൂഷനിലായിരിക്കും. 2020 മാർക്കറ്റ് ക്രാഷിന് ശേഷം നിഫ്റ്റി നല്ലൊരു റാലിയാണ്, ഇതുവരെ കാണിച്ചതിലും ഏറ്റവും നല്ലൊരു റാലിയാണ്, റിക്കവറി ആണ് കാണിച്ചത്. 2020 തൊട്ട് 2022 വരെ ഒരു മാസീവ് റാലി തന്നെ നടന്നു. അപ്പോൾ നീ നേരത്തെ പറഞ്ഞ മനുഷ്യൻ ഈ ക്രാഷിന്റെ സമയത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ്, മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് കുറഞ്ഞ പൈസക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ തീർച്ചയായിട്ടും 2022 ആകുമ്പോഴത്തേക്കും ഇരട്ടിയിൽ കൂടുതലായേനെ. അപ്പൊ 2020 ഈ ഒരു ഫേസിലേക്ക് കൂടി പോയ ആൾക്കാര് വിറ്റവരുണ്ടെങ്കിൽ അവർക്ക് എന്താണ് സംഭവിച്ചത്? അവർക്ക് നഷ്ടം സംഭവിച്ചു. അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായി. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2020-2022 വരെ നല്ല റാലി കിട്ടി. അപ്പൊ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ കോടികൾ നമ്മൾക്ക് ലാഭമായിട്ട് പെട്ടെന്ന് തന്നെ കിട്ടും എന്ന് വിചാരിക്കാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, മാർക്കറ്റ് ഒരിക്കലും ലീനിയർ അല്ല. അതായത് ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഒരു വർഷത്തെ റിട്ടേൺ ചിലപ്പം -15% തൊട്ട് 25% വരെ വരാം. പക്ഷെ 3 വർഷത്തെ റോളിംഗ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗ സമയം നിഫ്റ്റി 50 പോസിറ്റീവിലാണ്. പക്ഷെ 10 വർഷത്തെ റോളിംഗ് റിട്ടേൺസ് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലായ്പ്പോഴും നിഫ്റ്റി 50 റിട്ടേൺസ് പോസിറ്റീവാണ്. അപ്പൊ എന്താണ് ശരിയായ പ്രശ്നം? ആൾക്കാർ 10 വർഷം മനസ്സിൽ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ കഥയിലെ വ്യക്തിയും ലോങ് ടേം ഗോളിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ നമ്മളിൽ പലരും ലോങ് ടേം ഗോൾസിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം 10 വർഷമൊക്കെ നമ്മൾ മുന്നിൽ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർ ഈ മാർക്കറ്റ് പെർഫോമൻസ് ഓരോ 10 ദിവസവും പോയി ചെക്ക് ചെയ്യാണ്. ഈ ഒരു മിസ്മാച്ച് ആണ് പാനിക്കിന്റെ കാരണം. 10 കൊല്ലത്തെ റിട്ടേൺ 10 ദിവസത്തിൽ കിട്ടുമോ? ഇല്ല. 1 വർഷത്തിൽ കിട്ടുമോ? ഇല്ല. 2 വർഷത്തിൽ കിട്ടുമോ? ഇല്ല. നമ്മൾ പല ആൾക്കാരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? മക്കളുടെ പഠിത്തം, റിട്ടയർമെന്റ്, ഒരു നല്ല വീട്. ഇതൊക്കെ ചെറിയൊരു വർഷത്തിനുള്ളിൽ നേടേണ്ട ഗോളല്ല. ഇതൊക്കെ ലോങ് ടേം ഗോൾസ് ആണ്. പല വർഷങ്ങളുടെ ദൂരമുള്ള ഗോൾസ് ആണ് നമ്മൾക്ക് 2 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യേണ്ടത്. ഇത് ശരിക്കും ഫെയർ ആണോ? ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഒരു മാവ് നട്ടു എന്ന് വിചാരിക്കും. ആദ്യത്തെ കൊല്ലം മാങ്ങയില്ല, 2ാമത്തെ കൊല്ലവും മാങ്ങയില്ല എന്ന് വെച്ചാൽ നമ്മൾ ആ മാവ് മുറിക്കോ? ഇല്ല. കാരണം ഗ്രോത്തിന് ടൈം ആവശ്യമാണെന്ന് നമ്മൾക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യും. മ്യൂച്വൽ ഫണ്ട്സും അങ്ങനെ തന്നെയാണ്. വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഈ മാവ് വളരുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാം. ഓക്കെ. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് വളരുന്നത് നമ്മൾ NAV നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഈ NAV എന്ന് പറയുന്നത് ഒരു ദിവസം കൂടും, ചിലപ്പോൾ വേറൊരു ദിവസം കുറയും, പിന്നെ ഒരു 5-6 ദിവസം കഴിഞ്ഞ് പിന്നെയും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇത് കാണുന്ന സമയത്താണ് നമ്മൾ പാനിക് ആവുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ?
ഈ മാവ് വളരുന്ന സമയത്ത് അതിൽ കുറെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുന്നില്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ആ മരം മുറിക്കുവോ? ഇല്ല. മാവ് വളർന്ന് പൂത്ത് നമ്മൾക്ക് മാങ്ങ തരും. അതുപോലെ മ്യൂച്വൽ ഫണ്ടും വളർന്ന് നമ്മൾക്ക് വെൽത്ത് കൊണ്ടുതരും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നതിന്റെ അർത്ഥം ഒരിക്കലും നമ്മുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യരുത് എന്നല്ല. എപ്പോഴൊക്കെയാണ് നമ്മളത് റിവ്യൂ ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് മാറ്റണം എന്ന് എപ്പോഴാണ് ചിന്തിക്കേണ്ടത്? ഒരു മ്യൂച്വൽ ഫണ്ട് അതിന്റെ ബെഞ്ച് മാർക്കിനെ അപേക്ഷിച്ച് ഒരു 3-4-5 വർഷത്തേക്ക് അണ്ടർ പെർഫോം ചെയ്യുവാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാറ്റുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് എന്താണ്, ഇത് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ എന്റെ പണ്ടത്തെ മ്യൂച്വൽ ഫണ്ട് വീഡിയോ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തത്, ഈ എക്സ്പെൻസ് റേഷ്യോ ഒരുപാട് കൂടുകയാണെങ്കിലും നമ്മൾക്ക് ഫണ്ട് മാറ്റുന്നതിനെ പറ്റി ചിന്തിക്കാം. കാരണം എക്സ്പെൻസ് റേഷ്യോ മാറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇൻറ്റിമേഷൻ തരും, മെയിൽ വരും. ഓരോ മ്യൂച്വൽ ഫണ്ടിൻ്റെയും എക്സ്പെൻസ് റേഷ്യോ മാറുമ്പോൾ ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് മെയിൽ വരും. അത് ചെക്ക് ചെയ്യാം. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ അസറ്റ് അലോക്കേഷൻ മാറ്റണം. നമ്മൾക്ക് ചെറിയ പ്രായത്തിൽ ഇക്വിറ്റീസിൽ കൂടുതൽ എക്സ്പോഷർ ആവാം, പ്രായം കൂടുമ്പോൾ അത് ഡെറ്റിലോട്ടേക്ക് മാറണം. അത് ഓരോരാളുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് ഈ അസറ്റ് അലോക്കേഷൻ വരിക. അപ്പോൾ നമ്മുടെ അസറ്റ് അലോക്കേഷൻ അനുസരിച്ച് നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ട് മാറ്റാം. പക്ഷെ എപ്പോഴാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് മാറ്റാൻ പാടില്ലാത്തത്? മാർക്കറ്റ് വോളറ്റൈൽ ആകുമ്പോൾ. അതായത് മാർക്കറ്റ് ഒരു 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ 2 വർഷമോ ഫ്ലാറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങ് ചാഞ്ചാടി കളിക്കുന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യരുത്. വോളറ്റിലിറ്റി വളരെ നോർമലാണ്. നമ്മളുടെ ഇമോഷൻസ് വെച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥ തോൽവി. പല പഠനങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്. ലോങ് ടേമിൽ മാർക്കറ്റ് ഏകദേശം 12% റിട്ടേൺസ് തരുന്നു. പക്ഷെ ഒരു ശരാശരി നിക്ഷേപകൻ 6 മുതൽ 7% മാത്രമേ ഏൺ ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ട്? ബാക്കി 5 മുതൽ 6% എവിടെ പോയി? ഇമോഷനിൽ പോയി. ഇമോഷൻസ് കാരണം പല തീരുമാനങ്ങളും, തെറ്റായ തീരുമാനങ്ങൾ എടുത്ത് നമ്മൾ റിട്ടേൺസിനെ കൊല്ലും. കാരണം നമ്മളിൽ പലർക്കുള്ള പ്രശ്നം എന്താ? മാർക്കറ്റ് ഹൈയിലാകുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയിട്ട് എൻ്റർ ആവും. മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ പേടിച്ചിട്ട് കൊണ്ടുപോയി വിൽക്കും. അപ്പോൾ ഈ വെൽത്ത് ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്? മാർക്കറ്റാണോ? അല്ല. വെൽത്ത് ഡിസ്ട്രോയ് ചെയ്യുന്നത് നമ്മളുടെ ഇമോഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ 1-2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഒന്നും കാര്യമായിട്ട് റിട്ടേൺസ് തരുന്നില്ലെങ്കിൽ ആദ്യം പോയി ചെക്ക് ചെയ്യേണ്ടത് ഫണ്ടിന്റെ ബെഞ്ച് മാർക്കാണ്. ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും താഴെയാണോ പെർഫോം ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഫണ്ട് മാറ്റാം. പക്ഷെ അങ്ങനെയല്ല, മാർക്കറ്റ് ഇപ്പോൾ ഫ്ലാറ്റ് ആണ്, മാർക്കറ്റ് വോളറ്റൈൽ ആണ്, അതുകൊണ്ട് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നില്ല. അപ്പം നമ്മൾ മനസ്സിൽ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? എൻ്റെ ഗോൾസ് മാറിയോ? ഞാനിത് എത്ര വർഷത്തേക്ക് ഏത് ഗോളിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇൻവെസ്റ്റ് ചെയ്തത്? അത് നമ്മളോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എക്സിറ്റ് ആവണോ വേണ്ടിയോ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഫ്ലാറ്റ് ആയിട്ട് നമ്മൾ മാർക്കറ്റ് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വീക്ക്നെസ് അല്ല, അത് നെക്സ്റ്റ് റാലിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. ആ റാലി എപ്പോൾ ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല, പക്ഷേ ഒരു റാലി വരും. അതായത് മാർക്കറ്റ് ഉറങ്ങുകയാണ്, ഒരു വേക്കപ്പ് കോൾ വരും, അപ്പോൾ എണീക്കും. അപ്പോൾ നമ്മൾ എന്താണ് അപ്പോൾ റെഡി ആയിട്ടിരിക്കണം. നമ്മൾ ആ സമയത്ത് ഈ ഫ്ലാറ്റായ സമയത്തും താഴോട്ട് പോയ സമയത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് SIP വഴി ഇൻവെസ്റ്റ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കണം. അടുത്തൊരു കയറ്റം കയറുമ്പോൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റോളിംഗ് റിട്ടേൺസ് ഡാറ്റ എടുത്ത് നോക്കുമ്പം കഴിഞ്ഞ ഒരു 20 വർഷത്തിനുള്ളിൽ ഏത് വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലം ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും പോസിറ്റീവ് റിട്ടേൺസ് കിട്ടിയേനെ. അപ്പോൾ നമ്മൾ ഈ നോയ്സിൽ പെടാണ്ട് ലോങ് ടേമിൽ വിശ്വസിച്ച് SIP കണ്ടിന്യൂ ചെയ്യുക. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കണ്ണടച്ച് കുറച്ച് ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് നിങ്ങളോട് ചോദിക്കുക, എൻ്റെ അസറ്റ് അലോക്കേഷൻ മാറ്റേണ്ട ടൈം ആയോ? എൻ്റെ ടൈം ഹൊറൈസൺ എങ്ങനെയാണ്? കൂടുതലുണ്ടോ? ഇതൊക്കെ നമ്മൾ വിലയിരുത്തണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നമ്മൾക്ക് ബുദ്ധി ഉണ്ടായിട്ട് കാര്യമില്ല മാർക്കറ്റിൽ. മാർക്കറ്റ് ബുദ്ധിനെ അല്ല റിവാർഡ് ചെയ്യുക, മാർക്കറ്റ് എപ്പോഴും പേഷ്യൻസിനെയാണ് റിവാർഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട, 5 സ്റ്റാർ പരസ്യത്തിലെ പോലെ ഒന്നും ചെയ്യണ്ട, നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാണ്ടിരിക്കുക. അപ്പോൾ 1-2 വർഷത്തെ റിട്ടേൺസ് ഇല്ലായ്മ ഒരു പ്രോബ്ലം അല്ല, പാനിക്കാണ് പ്രോബ്ലം. നിങ്ങളുടെ ഗോൾസ് ലോങ് ടേം ആണെങ്കിൽ കാം ആയിട്ടിരിക്കുക. ഏറ്റവും നല്ല ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ ആളല്ല, പേഷ്യൻ്റ് ആയ ആളാണ്. അതായത് ക്ഷമയുള്ള ആളാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി റിട്ടേൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ പാനിക് ആവരുത്. നിങ്ങൾ നല്ല ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹോൾഡ് ചെയ്ത് ക്ഷമയോടെ SIP കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.